ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇന്ന് അളവ് എടുത്തിട്ട് അത് അളവ് തുണിയിലോട്ട് ഇതാക്കി നമ്മളിത് നമ്മളിത് എങ്ങനെയാണ് തയ്ച്ചത് പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ച് ഇട്ട് നിങ്ങളെ കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതുവരേക്കും ഞാൻ അങ്ങനെ നേരിട്ട് അങ്ങനെ വന്ന് അളവുകളെടുത്ത് അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിതൊരു ക്ലാസ് പോലെയാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ഞാൻ അളവെടുത്തിട്ട് നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ അളവാണ് എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആക്ച്വലി ഞാൻ എടുക്കുന്ന അളവ് നിങ്ങളെ അളക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരുടെ അളവ് എടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ തയ്ക്കാൻ. അല്ലാതെ ഞാൻ എടുക്കുന്ന അളവ് എഴുതിയിട്ടല്ല നിങ്ങൾ വെട്ടി തയ്ക്കേണ്ടത്. ഞാൻ എടുക്കുന്ന പോലെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അളവ് നിങ്ങൾ എഴുതിയിട്ട് ഞാൻ എത്രയാണോ കൂട്ടി പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതൊരു സാധാ ബ്ലൗസാണ് തയ്ക്കുന്നത്. സാധാ ബ്ലൗസാണ്, സ്ട്രെയിറ്റ് ആണ് തയ്ക്കുന്നത്, ക്രോസ് ആയിട്ടല്ല. ഫസ്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ബ്ലൗസ് നമുക്ക് തയ്ച്ച് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ അളവുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ അളവുകൾ എടുക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയും. അതുപോലെ നിങ്ങൾ അളവെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അളവുകൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചെസ്റ്റ് വണ്ണമാണ് നമ്മുടെ വണ്ണമാണ് സാധാരണ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ണം നമുക്ക് എടുക്കാം. അപ്പോൾ വണ്ണം എടുക്കാനായിട്ട് സാധാരണ നമ്മൾ ചെസ്റ്റ് വണ്ണം എടുക്കുന്നത് നമ്മളിതങ്ങനെ പുറകിലൂടെ നമ്മൾ എടുക്കണം. പുറകിലൂടെ നമ്മൾ എടുത്തിട്ട് നല്ലപോലെ നമ്മളിങ്ങനെ മുകളിലോട്ട് നമ്മുടെ ആംഹോളിൻ്റെ അവിടോട്ട് ടൈറ്റിൽ നമ്മൾ പിടിച്ചിട്ട് എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിനാണെങ്കിൽ നമ്മൾ ഒത്തിരി ഇങ്ങനെ വലിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മൾ ബ്ലൗസിനാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് ടൈറ്റിൽ പിടിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ച് പിടിക്കാം. അപ്പോൾ ഇങ്ങനെ വലിച്ച് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടെ ഒരു അളവ് നമുക്ക് കിട്ടും. ആ അളവാണ് ഇപ്പം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 40 ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നവർ 30 കിട്ടുക, അല്ലെങ്കിൽ 32, 34, 36 എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്നും അതെങ്ങനെയാണ് നമ്മൾ വെട്ടുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവുകൾ നിങ്ങൾ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് 40 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ അളവ് നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ നിങ്ങളുടെ അളവ് എഴുതുക. പിന്നെ നമുക്ക് അടുത്ത അളവ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ലാസ്റ്റ് ഹുക്ക് ഇടുന്ന ആ ഇടവണ്ണത്തിൻ്റെ ഭാഗത്തെയാണ് അളവ്. അവിടെയും നമ്മൾ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അളവുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചിട്ട് കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് എനിക്ക് 37 ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അത് നിങ്ങളവിടെ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 40 എടുത്തു, ഇവിടെ ഞാൻ 37 ഞാൻ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇറക്കമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ബാക്കിൽ നിന്ന് നമുക്ക് ഇറക്കം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മളിങ്ങനെ ഇത് പിടിക്കണം. കറക്റ്റ് നമ്മുടെ ഷോൾഡർ എവിടെയാണോ അവിടെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇറക്കം നമുക്ക് എവിടം വരെ ഇറക്കം വേണമെന്ന് നമ്മൾ നോക്കണം. നമുക്ക് എവിടെയാണോ ഇറക്കം വരണമെങ്കിൽ ആ ഒരു അളവ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ അളവ് എന്ന് പറഞ്ഞാൽ 14.5 14 അളവാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ അളവ് എഴുതുക. അപ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ബാക്കിൽ ബാക്കിൽ നമ്മുടെ ആ ഷോൾഡർ ഭാഗത്ത് നിന്ന് താഴോട്ട് പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇറക്കം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തന്നെ എടുക്കുന്നവർക്കാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയത് 14.5 നിങ്ങളുടെ അളവ് നിങ്ങൾ എത്രയാണെന്ന് നോക്കാം. 13, 13.5, 14, 14.5. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് 15 വരെയൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഇറക്കം എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് എടുത്തു, താഴ്വണ്ണം എടുത്തു, ഇറക്കം നമ്മൾ എടുത്തു. ഇനി നമ്മൾ നെക്കാണ് നമ്മൾ എടുക്കേണ്ടത്. നെക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കിലെ നെക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് എടുക്കാനായിട്ട് ഇവിടെ വെക്കണ്ട, നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വെക്കാം. ബ്ലൗസ് നമ്മൾ കഴുത്തിലൊട്ടിരുമ്പോൾ ഇവിടെയല്ല കയറി നിൽക്കുന്നത്, ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇറക്കം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര ഇറക്കം വേണമെങ്കിൽ നമുക്ക് എത്രയാണെന്ന് നോക്കാൻ ഞാൻ ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് 6.5 ഞാൻ ഫ്രണ്ടിലെ കഴുത്തിന് നെക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മൾ 6.5 കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വൈഡ് നെക്കാണ്, അതായത് നമ്മുടെ ബാക്കിൽ നമുക്ക് നല്ല പോലെ നെക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ബാക്കിൽ നമുക്ക് +3, അതായത് 6.5 കൂടെ 3 ഇഞ്ച് കൂട്ടി നമുക്ക് 9.5 ഇഞ്ച് പുറകിൽ നമുക്ക് ഇറക്കം കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇറക്കം വേണ്ട, കുറച്ച് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ച് കുറയ്ക്കാം. 6.5 കൂടെ 2.5 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്കത്
9 ഇഞ്ചിൽ നമുക്ക് ഇറക്കം കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം 40 സൈസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 9 ഇഞ്ച് ഇറക്കെങ്കിലും നമ്മൾ ബാക്കിൽ വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വണ്ണം നമുക്ക് തോന്നും. നമ്മൾ കയറ്റി തയ്ക്കുന്ന ബ്ലൗസ് വ്യത്യാസമുണ്ട്. റൗണ്ട് ബാക്കിൽ ഇറക്കി തയ്ക്കുന്ന സമയത്ത് അതിന് നമ്മളൊരു ഒരു മിനിമം ഇറക്കെങ്കിലും കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കിൽ തയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിൽ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഇറക്കം 5.5 ആണെങ്കിൽ നിങ്ങൾക്ക് 3 ഇഞ്ച് കൂട്ടാം. നിങ്ങൾക്ക് 8.5 ഇഞ്ച് ബാക്കിൽ കൊടുക്കാം. ഇനി 8.5 വേണ്ട, എനിക്ക് 8 മതിയെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൊടുക്കാം. എത്രയാണ് നമുക്ക് ഇറക്കം കിട്ടിയത്? വൈഡ് വേണമെങ്കിൽ 3 ഇഞ്ച് കൂട്ടി കൊടുക്കാം. ഇറക്കം ഒത്തിരി വൈഡ് വേണമെങ്കിൽ 1/2 ഇഞ്ച് നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 6.5യുടെ കൂടെ ഞാൻ 2.5 കൂട്ടി 9 ഇഞ്ചാണ് ഞാൻ ബാക്കിൽ ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇറക്കം വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഷോൾഡർ നമ്മൾ എടുക്കണം. ഷോൾഡർ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ ബ്ലൗസിന് വേണ്ടി നമ്മൾ ഷോൾഡർ എടുക്കുന്നതും ചുരിദാറിന് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് ഒരേ അളവിൽ തന്നെ നമ്മൾ എടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിലൂടെ നമുക്ക് ഇതിങ്ങനെ ടേപ്പ് നമുക്കിങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിൽ നമുക്ക് ഇതാ നമ്മുടെ ഈ സൈഡിലെ ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കൊടുത്ത് നമുക്കിതിങ്ങനെ നിവർത്തി നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് നമുക്കിങ്ങനെ പിടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബ്ലൗസാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ബ്ലൗസിൻ്റെ അവിടെ നിങ്ങൾക്ക് അവിടെ ആ കൈ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗം അറിയാമല്ലോ. അവിടെ നിന്ന് തൊട്ട് നമ്മൾ ഇപ്പുറത്തെ ബ്ലൗസിൻ്റെ ആ കൈ പിടിപ്പിച്ചിരിക്കുന്ന ആ ഭാഗത്തോട്ട് നമ്മളിങ്ങനെ നിവർത്തി നമ്മൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ നിവർത്തി ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അളവുണ്ട്, അതാണ് നമുക്ക്. അപ്പോൾ ഞാനെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 15.5 എൻ്റെ ഷോൾഡറിൻ്റെ അളവ് കിട്ടുന്നത്. നിങ്ങളുടെ ഷോൾഡറിൻ്റെ അളവ് നിങ്ങൾ എത്രയാണോ അത് നിങ്ങൾ എടുക്കാം. നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഞാൻ ഈ അടയാളങ്ങൾ കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഷോൾഡർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ഇറക്കമാണ് വേണ്ടത്. അപ്പോൾ കൈയിറക്കം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നമ്മളിങ്ങനെ കൈയിന് നമ്മൾ ജോയിൻറ്റ് കൊടുത്തിട്ടുള്ള അവിടെ തന്നെ നമുക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കൈയിറക്കം നിങ്ങൾക്ക് 10, 11, 12 അത് എത്രയാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇറക്കം കൊടുക്കാം. ഈ ഇറക്കം നിങ്ങൾ എടുത്തിട്ട് വണ്ണം എടുക്കുന്നത് നമുക്ക് എത്രയാണോ നമ്മൾ ഇറക്കം എടുത്തെങ്കിൽ അത് കറക്റ്റ് ആ അളവ് പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ 10.5 ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ആ 10.5 ഇഞ്ച് വരുന്നില്ലേ അവിടെ വേണം ഞാൻ കൈയിൻ്റെ വണ്ണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ 10.5 ഞാൻ കൈവണ്ണം എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അളവെന്ന് പറയുന്നുണ്ടെങ്കിൽ 13 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അളവ് എത്രയാണെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കാം കേട്ടോ. അപ്പം ഞാനൊരു 10.5-ലും 13 വണ്ണത്തിലാണ് ഞാൻ ബ്ലൗസിൻ്റെ ഇത് കൈ എടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളാണ് എടുക്കേണ്ടത്. ആം ഹോൾ നമ്മൾ ഏത് ഡ്രസ്സ് തയ്ക്കുമ്പോഴും ആം ഹോൾ നമ്മൾ എടുത്തിരിക്കണം. ഫിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ആം ഹോളാണ് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആം ഹോൾ എടുക്കണം. ആം ഹോൾ എടുക്കാനായിട്ട് നമുക്ക് പുറകിലൂടെ നമുക്ക് ഇതിങ്ങനെ ഇതിട്ടിട്ട് നമുക്ക് പുറകിൽ നിന്ന് നമുക്കിതിനെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതാ നമ്മുടെ ആം ഹോൾ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മൾ ബ്ലൗസിനൊക്കെ ആകുമ്പോൾ നമ്മൾ ടൈറ്റായിട്ട് നമ്മൾ പിടിക്കുക. ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയത് 18.5 എൻ്റെ ആം ഹോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് 18.5 എൻ്റെ ആം ഹോൾ കിട്ടിയത്. നിങ്ങളുടെ ആം ഹോൾ എത്രയാണോ അത് നിങ്ങൾക്ക് എഴുതാം. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ മെയിൻ പാർട്ടാണ് നമുക്ക് അടയാളം എടുക്കേണ്ടത്. ഈ ഒരു അടയാളം നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. അതായത് നമ്മുടെ ടെക്ക് പോയിൻ്റാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ടെക്ക് പോയിൻറ്റും നമ്മൾ ആ ടെക്കുകൾ തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടെക്ക് പോയിൻ്റ് എടുക്കാൻ നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഞാൻ ഈ പ്രത്യേകം കാണിക്കാം. നമ്മുടെ ഷോൾഡറിൽ നമ്മളിങ്ങനെ വെക്കുക. ഷോൾഡറിൽ വെച്ചിട്ട് നമ്മുടെ ഈ ടെക്ക് പോയിൻറ്റിലോട്ട് നമ്മളിങ്ങനെ പിടിക്കണം. അതായത് നമ്മൾ എവിടെയാണോ നമ്മുടെ നിപ്പിൾ പോയിന്റ് വരുന്നത് അവിടെ നമ്മൾ പിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അളവില്ല, അതാണ് നമ്മുടെ ടെക്ക് പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനത് പിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 12 എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഇന്നർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ടെക്ക് പോയിന്റ് ഇപ്പം നമ്മൾ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്ക് പോയിന്റ് എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മുകളിൽ നിന്ന് ആ ടെക്ക് പോയിന്റ് നിങ്ങൾ പിടിക്കുക. എനിക്ക് 12 കിട്ടിയത്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അത് എഴുതുക. ഇനി നമ്മളത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ നിപ്പിൾ പോയിന്റ് ടു ഈ നിപ്പിൾ പോയിന്റ് വരെ കിട്ടുന്ന ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ ആ ഡിഫറൻസ് നമ്മൾ കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഈ ഒരു ഇതുവരെ നമുക്ക് കിട്ടുന്നത് 9.5 ആണ്. 9.5 ഇഞ്ചാണ് ആ ഒരു ടെക്കിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ആ ഡിഫറൻസ് നിങ്ങൾ അളന്നെടുക്കുക. അപ്പോൾ ടെക്കിൻ്റെ പോയിന്റ് എടുക്കാൻ മുകളിൽ നിന്ന് നമ്മൾ ആ പോയിന്റിലോട്ട് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡിഫറൻസ് എടുക്കാൻ ഈ ഒരു നിപ്പിൾ പോയിന്റിൽ നിന്ന് ഇപ്പുറത്തെ നിപ്പിൾ പോയിന്റിലോട്ട് നമ്മൾ ഇങ്ങനെ നീളം പിടിച്ച് നോക്കാം. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ
ടെക്കുകൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്നും ഇങ്ങനെ എടുത്താൽ അത്ര ബ്ലൗസിന് നമുക്ക് ഇത്രയൊക്കെ എടുത്താൽ മാത്രം മതിയാവും. ഇപ്പം എല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് വണ്ണം, അടിവണ്ണം, കഴുത്തിൻ്റെ ഇറക്കം, ബാക്കിലെ ഇറക്കം, ഷോൾഡർ, ആം ഹോള്, കൈയിൻ്റെ ഇറക്കം, കൈയിൻ്റെ വണ്ണം, ടക്ക് പോയിൻ്റ്, ടക്കിൻ്റെ ഡിഫറൻസ്, ഷോൾഡർ എല്ലാം തന്നെ ഞാൻ ബ്ലൗസിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ അളവുകളൊക്കെ എടുത്ത് നിങ്ങളൊരു കടലാസിൽ നിങ്ങൾ എഴുതി വെക്കുക. എൻ്റെ അളവ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് എഴുതിയില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ അളവുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ഒരു ബ്ലൗസ് എങ്ങനെയാണ് നമ്മൾ ഈ ബ്ലൗസ് വെട്ടുന്നതെന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇതും കൂടെ നിങ്ങളെ കാണിച്ചിട്ട് നമുക്കിനി വെട്ടുന്നത് കാണാം. വെട്ടുന്നത് കാണുമ്പോൾ കുറച്ചുകൂടെ ടേബിളിലോട്ട് അടുത്തോട്ട് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമ്മളൊരു ബ്ലൗസിൻ്റെ തുണിയാണ് നമ്മുടെ ഇതെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഈ ബ്ലൗസിൻ്റെ തുണി നമുക്ക് എങ്ങനെയാണ് ഒരു ബ്ലൗസിൻ്റെ തുണി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, നമ്മൾ വെട്ടാൻ എങ്ങനെയാണ് ഇടണ്ടെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബ്ലൗസിൻ്റെ ഇത് നമ്മളിങ്ങനെ എടുക്കാം. ഈ ബ്ലൗസിനെ നമ്മളിങ്ങനെ നിവർത്താം. ഈ ബ്ലൗസിനെ നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് ഇങ്ങനെ നമ്മളിങ്ങനെ അളന്നിട്ട് നീളനെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ബ്ലൗസിന് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ തന്നെയാണ് കിട്ടുന്നത്. ഇത് തേരുവശമാണ് ഈ വരുന്നത്. ഈ രണ്ട് തേരുവശം മുന്നിലിടണം. അപ്പം നമ്മൾ ഈ ബ്ലൗസ് നമ്മളിടുന്നത് നമ്മൾ മൊത്തത്തിലുള്ള നീളത്തിനെ നമ്മളിങ്ങനെ മടക്കി എടുക്കണം. നീളത്തിനെ നമ്മൾ മടക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്ലൗസ് നമ്മൾ ടേബിളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ബ്ലൗസ് തുണി നമ്മൾ ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ നീളത്തിനെ മടക്കിയിട്ട് വണ്ണത്തിനെ നമ്മൾ മടക്കണം. ഓക്കെ, നീളത്തിനെ മടക്കല്ല, നീളത്തിനെ നമ്മൾ ഇങ്ങനെ മടക്കരുത്. നീളം നമ്മൾ എടുത്തിട്ട് ഈ നീളത്തിന് നമ്മളിങ്ങനെ നേരെ വണ്ണത്തിലോട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ബ്ലൗസിൻ്റെ തുണി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. താഴ്ന്ന മുതൽ നമ്മൾ ബ്ലൗസിൻ്റെ അടിവശം, അതായത് ബാക്ക് സൈഡ് നമ്മൾ താഴ്ന്ന് വെട്ടണം. പിന്നെ നമ്മൾ കൈയാണ് പിന്നീട് വെട്ടുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുന്നത്. അപ്പം നമുക്ക് കുറച്ച് തുണിയൊക്കെ കുറവ് വരുവാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ട് പീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൈയും ബാക്കിലും നമുക്ക് വേറെ തുണി വെച്ച് അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഫ്രണ്ടിലാവുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് സാരി കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഫ്രണ്ട് പീസിൽ ചെയ്യാം. അതുകൊണ്ടാണ് ബാക്ക് സൈഡും കൈയും എടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഞാനെടുത്ത ഈ അളവുകളെല്ലാം ചേർത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് നമ്മൾ എടുത്ത അളവുകളും ഇതെല്ലാം കൂട്ടി നോക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡാണ് ഫസ്റ്റ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ ഇറക്കമാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറക്കം എടുക്കാനായിട്ട് ഞാനപ്പോൾ അളന്ന ഇറക്കം 14.5 എൻ്റെ ഇറക്കം വേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിന് 1 ഇഞ്ച് കൂടുതൽ നമ്മൾ കൊടുക്കണം. ബാക്ക് സൈഡ് 14.5 കൂടെ 1 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 15.5 നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് എന്തിനാണ് 1 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡറിന് 1/2 ഇഞ്ച് പോകണം. താഴ്വശം നമ്മൾ മടക്കി അടിക്കും. അതിന് രണ്ടിനുള്ള തുണിയാണ് നമ്മൾ എക്സ്ട്രാ ഈ 1 ഇഞ്ച് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ താഴത്തെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇറക്കമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറക്കം നമുക്ക് 15.5 നമുക്ക് എടുക്കാം. അപ്പോൾ 15.5 എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ 15.5 അളന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ വെച്ചിട്ട് നമുക്കിതിനെ നേരെ നമുക്കൊന്ന് വരയ്ക്കാം. നേരെ നമുക്ക് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അടയാളങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതിനാണ് നമ്മളിങ്ങനെ നേരെ വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഞാൻ 6.5 എടുത്തത്. അപ്പോൾ നമുക്ക് ബാക്കിലെ നെക്ക് നമുക്ക് 9, 2.5 കൂട്ടി 9 ബാക്ക് നെക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യലിൽ കൂടെ തയ്ക്കാനുള്ളത് കൂടെ വിട്ടിട്ട് നമ്മൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് 9.5 ഇഞ്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. തയ്ക്കാനുള്ളത് കൂടെ കൂട്ടിയിട്ട് നമുക്ക് 9.5 ഇഞ്ച് ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ വട്ടമാണ്. നിങ്ങൾക്ക് കഴുത്ത് നല്ല പോലെ ഒതുങ്ങിയിട്ട് മതി വേണമെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കാം. അത് കഴുത്ത് അത്യാവശ്യം ഒരു വൈഡൊക്കെ വേണമെങ്കിൽ നമുക്ക് 2 ഇഞ്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഷോൾഡറാണ്. നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ അളക്കേണ്ടത്? ഷോൾഡർ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ എടുത്ത ഷോൾഡർ, ഞാൻ എടുത്ത ഷോൾഡർ എന്ന് പറയുന്നത് 15.5 ഞാൻ എടുത്തത്. നിങ്ങൾക്ക് കിട്ടിയ ഷോൾഡറിനെ ഡിവൈഡ് ബൈ 3, അതിനെ 3 ഭാഗമാക്കാം. 12 ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ 12 ആണെങ്കിൽ നമുക്ക് 4 കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തത് 15 ആണെങ്കിൽ നമുക്ക് 5 കൊടുക്കാം. കാരണം 3 5 15 ആണെങ്കിൽ ഞാൻ എടുത്തത് 15.5 ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ ഷോൾഡർ 15.5 ആണെങ്കിൽ ഞാൻ എത്ര കൊടുക്കണം? 5.25 കൊടുത്താലും നമുക്ക് മതിയാകും കേട്ടോ. അപ്പോൾ നമുക്ക്
കിട്ടുന്ന ഷോൾഡറിനെ 3 ഭാഗിച്ചിട്ടാണ് നമ്മൾ ഷോൾഡറിൻ്റെ അളവ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ വണ്ണം എത്രയാണ് എടുത്തത്? ഞാൻ 40 ആണ് ഞാൻ വണ്ണം എടുത്തത്. അത് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണമാണ്, അത് നമ്മുടെ ഇന്നറിൻ്റെ അളവാണ് ഈ 40 എന്ന് പറയുന്നത്. ചെസ്റ്റ് വണ്ണം നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്, കിട്ടുന്നത് ഇന്നറാണ്. നമ്മൾ ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് നമ്മൾ കൊടുക്കണം. 4 ഇഞ്ച് ലൂസ് കൊടുക്കുമ്പോൾ 40 ചെസ്റ്റ് വണ്ണം എടുത്തിട്ടുള്ള ഒരാൾക്ക് നമ്മൾ 40 + 4 44 ഇഞ്ചിലാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കേണ്ടത്. അപ്പം 44 ഇഞ്ച് എടുക്കുവാണെങ്കിൽ നമ്മൾ ബാക്ക് സൈഡ് മാത്രമാണ് നമ്മൾ അളക്കുന്നത്. ഇത് നമ്മൾ ഒരു ഭാഗം നമ്മൾ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 44 4 ഭാഗമാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 11 ഇഞ്ചാണ് കിട്ടുന്നത്. 11 ഇഞ്ചിനെ നമ്മൾ 4 ആക്കണം, അപ്പോഴാണ് 44 കിട്ടുന്നത്. അതായത് ഇതൊരു 11 ഇഞ്ചാണ്. ഇതിൻ്റെ അടിയിലും ഇതേപോലെ ഉണ്ട്. അപ്പോൾ അത് എത്രയായി? അപ്പോൾ 22 ആയി. ഇനി ഫ്രണ്ട് പീസിനും നമ്മൾ ഇതുപോലെ തന്നെ എടുക്കും. അപ്പോൾ 22 എത്രയായി? 44 ആയി. അപ്പോൾ നമ്മൾ കിട്ടിയ അളവിനെ 4 ആക്കി ഭാഗിച്ചതിന് ശേഷം നമ്മൾ അളക്കുമ്പോൾ കിട്ടുന്നതാണ് 11. അപ്പോൾ നമുക്ക് നമ്മുടെ 40 സൈസുള്ള ഒരാളുടെ ബ്ലൗസിൻ്റെ അളവ് 40 + 4 ÷ 4. 40ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന അളവാണ് നമുക്ക് വണ്ണം എടുക്കേണ്ടത്. ഇനി നമുക്ക് തയ്യൽ തുമ്പാണ്, അത് നമ്മുടെ തുണി അനുസരിച്ച് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് വണ്ണം വെക്കുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ച് ഏറെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു 1.5 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 11.5 കൊടുത്തു, 1.5 ഇഞ്ച് കൂടെ ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗത്തിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളാണ് എടുക്കേണ്ടത്. നമ്മൾ ആം ഹോള് നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡറിന് കൊടുത്തത് അതാണ് നമ്മൾ ആം ഹോളിന് കൊടുക്കേണ്ടത്. അപ്പോൾ 5.25 കൊടുത്തതെങ്കിൽ നമുക്ക് 5.25 തന്നെ ഇവിടെ കൊടുക്കണം. 5.25 ഇവിടെ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ട് ഇവിടുന്ന് കറക്റ്റ് നമ്മൾ 5.25 പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ കൊടുക്കണമെങ്കിൽ കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ അവിടെ വളഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മളിവിടെ 11ൻ്റെ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് മുകളിൽ നിന്ന് അതേപോലെ 5.25 നമ്മൾ അളന്ന് കൊടുക്കണം. ഓക്കെ, ഇതാ 5.25 കൊടുക്കുക. പിന്നെ നമ്മൾ വണ്ണം 1.5 ഇഞ്ചാണ് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു അളവ് കണക്കാക്കിയിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് 5.25 അടയാളം കൊടുക്കാം. അപ്പം ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കാം. ബാക്ക് സൈഡിൽ നമ്മൾ കൈയിൻ്റെ ആം ഹോളിൻ്റെ ഷേപ്പിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 1 ഇഞ്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു 1 ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് നമ്മളൊരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ ഇത് നമ്മുടെ കഴിഞ്ഞു, കറക്റ്റായിട്ട് വരയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലെ നെക്ക് നമുക്ക് ഇറക്കം വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു അരയും കൂടെ കൂട്ടി കൊടുക്കുകയാണ്. എന്നാലും നമുക്കത് ആ ഭംഗിയിൽ ആ ഷേപ്പിൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് 2.5 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെയും നമുക്കൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പം നമ്മളിതിനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ കൊടുത്താൽ നല്ല ഭംഗിയുള്ള കഴുത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുക്കേണ്ടത് ബാക്കിൽ എടുക്കാനുള്ളത് താഴത്തെ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ എടുത്തത് എത്രയാണ്? 37 ഞാൻ എടുത്തത്. അപ്പോൾ 37 എന്ന് പറയുമ്പോൾ 36 എന്ന് പറയുമ്പോൾ 9 കിട്ടും. ഒരു കാല് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 37 കിട്ടും. അപ്പോൾ ഞാനിവിടെ എത്ര എടുക്കണം? 9.25 ഞാനിവിടെ അടയാളം കൊടുക്കേണ്ടത്. 9.25 1.5 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പാണ്, അതും കൂടെ ഇവിടെ കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടെ കൂട്ടി മുട്ടിച്ചെടുക്കാം. ഇപ്പോൾ ബാക്കിൻ്റെ എല്ലാ വരയ്ക്കലും കഴിഞ്ഞു. കഴുത്തായി, ആം ഹോളായി, വണ്ണം, ചെസ്റ്റ് വണ്ണം എല്ലാം നമ്മളെടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിനെ നമുക്ക് ഫസ്റ്റ് ഒന്ന് വെട്ടി നമുക്ക് എടുക്കാം. ബാക്ക് സൈഡ് നമ്മൾ വെട്ടി എടുത്തു. ഇനി നമുക്ക് കൈയാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് എടുത്താൽ മതി. കൈയാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റത്തോട്ട് നമുക്ക് കൊണ്ടുവരാം. 2 കൈ വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ മടക്കിടുന്നതെല്ലാം അതേ സെയിം തന്നെ കേട്ടോ, അതേപോലെ ഇരിക്കുക. അതിന് ശേഷം നമ്മളിത് ചെയ്യാം, നമ്മുടെ ഈ തുണി നമ്മൾ ഒന്നും കൂടെ നമ്മൾ മടക്കി കൊടുക്കുക.
ഒരു മടക്കും കൂടെ നമ്മൾ മടക്കാം. കയ്യിൽ നമ്മൾ എപ്പോഴും തുണി എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ആം ഹോൾ അളന്ന അളവ് നോക്കണം. ആം ഹോൾ ഞാൻ എടുത്തത് 18.5 ഞാൻ എടുത്തത്. 18 എന്ന് പറയുമ്പോൾ 9.25 വരും. 9.25 നമുക്ക് വീതി നമുക്ക് കിട്ടണം. നടുമടക്കുമ്പോൾ നീളം ഇടുമ്പോൾ നമുക്ക് 18 കിട്ടണം. അപ്പോൾ 9.25 നമ്മൾ നോക്കണം. ഇത് തേരുഭാഗമാണ്, ഇതെടുക്കണ്ട. നമുക്ക് ഈ ഒരു ഭാഗം വെച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് 8.5 മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. 8.5 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, കൈക്കുഴയുടെ ഭാഗത്ത് ആംഹോളിൻ്റെ ഒരു ഭാഗമില്ല, അവിടെ നമുക്ക് കുറച്ച് പീസ് വെക്കേണ്ടി വരും ഈ തുണിയിൽ. അത് വണ്ണമുള്ള എല്ലാവർക്കും ബ്ലൗസ് തയ്ക്കുമ്പോൾ കുറച്ചൊരു പീസ് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ സാരി ബ്ലൗസൊക്കെ ആയിരിക്കണം. നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. കുറച്ച് നമ്മൾ സാധാരണ സാരി ബ്ലൗസിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി വണ്ണമുള്ള ആൾക്കാർക്ക് നമുക്കൊരു പീസ് വെക്കേണ്ടി വരും. ഇനി നമ്മൾ ഇറക്കമാണ് കണക്കാക്കേണ്ടത്. ഇറക്കം നമ്മൾ കണക്കാക്കേണ്ടത് 10 ഇഞ്ച്, എനിക്ക് 10.5 ഇഞ്ച് നമുക്ക് തയ്ച്ച് കിട്ടണം. അതിൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടി കൊടുക്കണം. കാരണം തുമ്പ് മടക്കി അടിക്കാനും കൈയിനോട് യോജിപ്പിക്കാനുള്ള തുണിയും. അപ്പോൾ ഞാൻ 10.5 1.5 എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്ര വേണം, 12 ഇഞ്ച് നമുക്ക് വേണം. അപ്പോൾ ഞാൻ 12-ൽ ഞാൻ അടയാളം കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും നമ്മൾ 12-ൽ അടയാളം കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് നമുക്കിത് വരച്ചെടുക്കാം. നമുക്ക് ഈ പീസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ഇടാം. ഈ തേരുഭാഗം നമുക്ക് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് തേരുഭാഗം നമുക്ക് തയ്ച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് തേരുഭാഗത്തിന് നമ്മൾ കളയുന്നത് കേട്ടോ. അപ്പോൾ തേരുഭാഗം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ ഷേപ്പ് ഞാനൊരു 4 ഇഞ്ചാണ് ഷേപ്പ് കൊടുക്കുന്നത്. ഞാനിവിടെ 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കൈയിൻ്റെ വണ്ണം നമുക്ക് വേണ്ടത് 13ആണ്, അതായത് 6.5 വേണ്ടത്. 6.5 പിന്നെ നമുക്ക് 1.5 ഇഞ്ച് ഇതിൽ തയ്യൽ തുമ്പുണ്ട്, അത് നമ്മളപ്പോൾ ഇതിവിടെ വെട്ടിക്കളയേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷേപ്പിന് നമുക്ക് വരച്ചു കൊടുക്കാം. ഈ ഷേപ്പ് നമ്മൾ ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 1 ഇഞ്ച് കൂടെ നമുക്ക് കൂടുതൽ വേണം. അപ്പം നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ ടേബിളിൽ തന്നെ നമ്മൾ ഈ 1 ഇഞ്ചിന് ഒന്ന് അളക്കണം. നമ്മൾ ഇവിടെ വെച്ചിട്ടൊന്ന് അളക്കാം. ഈ 4 നമ്മളിങ്ങനെ പിടിക്കുക, കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് ഈ ടേബിളിൽ നമ്മൾ അളവ് വരയ്ക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ടേബിളിൽ അളന്ന അളവാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതാ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഷേപ്പ് വരച്ചെടുക്കണം. ഇതാണ് നമ്മൾ ടേബിളിൽ വരയ്ക്കുന്നത്. ഇതാ ഇങ്ങനെ വരച്ചെടുക്കണം. ഇത്രയും നമുക്ക് എക്സ്ട്രാ നമുക്ക് പീസ് നമുക്ക് വേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഇതിനോട് ഇങ്ങനെ മുട്ടിക്കാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കഷ്ണം നമുക്ക് എക്സ്ട്രാ നമുക്ക് വേണം. അത് നമുക്ക് എവിടെ നിന്ന് എടുക്കണം, നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് വെട്ടിയെടുക്കാം. നമുക്ക് ഈ ഒരു പീസിനെ നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെ നിന്ന് വേണം നമ്മൾ വെട്ടിയെടുക്കാൻ. നമ്മളിതിനെ ആദ്യം ഒന്ന് വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാനാണ് പീസ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെട്ടിയെടുത്തു. ഇതിങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാ നമുക്ക് ഈ ഒരു കഷ്ണമാണ് ഇവിടെ എക്സ്ട്രാ വേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു വെട്ടിയെടുത്ത 4 കഷ്ണം തന്നെയുണ്ട്, അത് നമുക്ക് എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ തേരുഭാഗത്തിന് അങ്ങ് കളഞ്ഞേക്കാം. ഇങ്ങനെ കളഞ്ഞിട്ട് ഈ ഒരു ഭാഗത്താണ് വേണ്ടത്. അപ്പം നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം. തയ്ക്കാനുള്ളതിനെ കുറച്ചുകൂടെ ഇറക്കി കൊടുക്കാം. നമുക്ക് ഇവിടെയും തയ്ക്കാനുള്ളത് നമുക്ക് നോക്കാം. ഇതാ ഇത്രയും ഈ ഒരു ഭാഗം നമ്മൾ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് 4 നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇത് അധികമാണ്, കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ശരിക്കും. അപ്പോൾ നമുക്ക് 2 സൈഡിലും തയ്ക്കാനുള്ള തുണിയും കൂടെ വേണ്ടേ, അതുകൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇടണമെങ്കിൽ. ഇനി നമ്മൾ അതിങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത് നമ്മൾ ജോയിൻ ചെയ്യണം. ഇത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ വരുന്ന ഇതായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് ആരും കാണുന്ന ഭാഗമല്ല, ഉള്ളിലോട്ട് പൊക്കോളും. അപ്പോൾ കൈയിൻ്റെ ഒരു ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ 1/2 ഇഞ്ച് നമ്മളൊന്ന് ഉള്ളിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ഫ്രണ്ട് പീസും കൈയിൻ്റെ ഇതും കൂടെ ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഷേപ്പിൽ വെട്ടണം. അത് നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മൾ ചെയ്താൽ മതി. ഇത് ഓൾറെഡി നമ്മൾ പീസ് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി കൈ മാറ്റി വെക്കാം. നമുക്കിനി വേണ്ടത് ഫ്രണ്ട് പീസാണ് വെട്ടി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതിപ്പോൾ ഓൾറെഡി 1.25 മീറ്ററിൻ്റെ തുണി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുണിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബാക്ക് നല്ല കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി
ഫ്രണ്ട് പീസ് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് എടുക്കാൻ നമ്മൾ നമ്മുടെ ബാക്ക് പീസിനെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. ബാക്ക് പീസിനെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഫ്രണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പീസിനേക്കാളും 1 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടി കൊടുക്കണം. ബാക്ക് പീസിനേക്കാളും 1 ഇഞ്ച്. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഫ്രണ്ട് സൈഡ് ടൈറ്റ് അനുഭവപ്പെടുന്നവരാണെങ്കിൽ 1/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് തള്ളി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹുക്കിടുന്ന സമയത്ത് ടൈറ്റ് അനുഭവപ്പെടില്ല. അല്ലാതെ അതിന് കുഴപ്പമില്ലാത്തവർക്ക് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഇച്ചിരി ടൈറ്റ് അനുഭവപ്പെടുന്നവർക്ക് ഒരു 1/4 ഇഞ്ച് കൊളുത്തുന്ന ഭാഗം നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നമുക്ക് വിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസിന് 1 ഇഞ്ചാണ് താഴെ കൊടുക്കേണ്ടത്. അത് നമുക്ക് അളന്ന് നോക്കണം. നമുക്കിത് അളക്കണം. നമുക്കിത് ഫ്രണ്ട് പീസ് നമുക്ക് 1 ഇഞ്ച് കൂടുതൽ കിട്ടാനായിട്ട് നമുക്കിതിങ്ങനെ അളന്ന് നോക്കാം. നമുക്ക് ഇത് കുറച്ച് കൂടുതലാണ്, 1 ഇഞ്ച് മതി. ഓക്കെ, ഇത് കറക്റ്റ് 1 ഇഞ്ചാണ്. 1/4 ഇഞ്ച് നമ്മൾ ഹുക്കിൻ്റെ അവിടേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ബാക്കി 1 ഇഞ്ച് താഴോട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ 1 ഇഞ്ചില്ല, അത് കഴുത്തിൻ്റെ ആ ഒരു ഭാഗമാണ് വരുന്നത്. നമ്മൾ ബാക്ക് വെട്ടിയതിൻ്റെ ആ ഭാഗം തന്നെയാണത്. നമുക്കിതിങ്ങനെ ഒന്ന് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കഴുത്തിൻ്റെ ആം ഹോളൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ആം ഹോളൊക്കെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ നമുക്കിങ്ങനൊരു വര വരച്ചു കൊടുക്കാം. ആം ഹോള് ഇങ്ങനെ വരയ്ക്കാം. ഇതിൻ്റെ വണ്ണത്തിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് വരച്ചെടുക്കാം കേട്ടോ. വരയ്ക്കാം. ഷോൾഡർ ഭാഗം വരയ്ക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് ഇങ്ങനെ നേരെ ഒന്ന് വരച്ചു കൊടുക്കാം. നേരെ വരച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ആ എക്സ്ട്രാ വണ്ണത്തിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിനെ നമുക്ക് എടുക്കാം. ഈ ഒരു അടയാളം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ ഇറക്കം നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഇറക്കം ഞാൻ 6.5 എടുത്തത്. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് കൂടെ കൂടിയിട്ട് 7 ഇഞ്ച് നമുക്ക് എടുക്കാം. അടിച്ചു പോകുമ്പോൾ നമുക്ക് 6 കിട്ടിക്കോളും. 7ലോട്ട് ഞാനൊരു വര വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു 1/2 ഇഞ്ച് നമുക്ക് താഴോട്ട് കൈക്കുഴയുടെ ഭാഗം നമ്മൾ ഇത് നമ്മുടെ ആ ഷേപ്പില്ല, അത് നമ്മളിങ്ങനെ താഴോട്ട് വേണം ഇങ്ങനെ വരച്ച് കൊടുക്കണമെങ്കിൽ കേട്ടോ. ഇങ്ങനെ കൊടുക്കണം. ഈ ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ കൊടുക്കണം. ഇനി നമ്മൾ കയ്യിലും നമ്മൾ കുഴിച്ച് കൊടുക്കണം. എന്നാലാണ് ഫ്രണ്ട് പീസിലെ 2 കൈകളും തമ്മിൽ കറക്റ്റായിട്ട് വീഴുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇറക്കെടുത്തു, അവിടെ 2 ആണ്, ഇവിടെ നമുക്കൊരു 2.5 കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് വരയ്ക്കാം. ബിഗിനേഴ്സ് കാണാം കേട്ടോ. ബിഗിനേഴ്സിനാണ് ഞാനിത് ശരിക്കും ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ കുറച്ച് അറിയുന്നവർ ഇത്രയൊന്നും ക്ഷമയുണ്ടാവില്ല കാണാൻ, അവർക്ക് ബോറടിക്കും. ബിഗിനേഴ്സ് തയ്ച്ച് പഠിക്കുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനാട്ടോ. നമുക്ക് ഇതിൻ്റെ കഴുത്തിനെ ഒന്ന് ഭംഗിയാക്കാം. ഇനി നമുക്കിതിൽ വേണ്ടത് എന്താണ്, നമ്മുടെ ടക്ക് പോയിന്റുകളാണ് നമുക്ക് വേണ്ടത്. ടക്ക് പോയിന്റുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു 2 ഇഞ്ചിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടില്ലേ, 14.5 കഴിഞ്ഞിട്ടുള്ള 2 ഇഞ്ചാണിത്. ഒന്ന് ബാക്കിൽ 1 ഇഞ്ച്, ഫ്രണ്ടിൽ 1 ഇഞ്ച് കൂടെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇഞ്ചിനെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നമുക്ക് ഡിവൈഡ് ചെയ്ത് വരയ്ക്കാം. മുന്നോട്ട് കുറച്ച് ഇതാക്കി കൊടുക്കാം. ഇങ്ങനെ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1 ഇഞ്ചാണ് ഇവിടെ കിടക്കുന്നത്. ആ 1 ഇഞ്ചിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഈ 1 ഇഞ്ചിനെ കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഈ 1 ഇഞ്ച് ഇത് കറക്റ്റ് 14.5 ഇറക്കാണ്. ഇത് നമ്മുടെ 2 ഇഞ്ച് ഫ്രണ്ട് പീസിന് നമ്മൾ കൂടുതൽ കൊടുത്തതാണ്. ഇനി നമുക്ക് ടക്ക് പോയിന്റിലെ ഡിഫറൻസ് ആദ്യം എടുക്കാം. ഡിഫറൻസ് ഞാൻ എത്ര 9.5 ആയിരുന്നു. 9.5 എന്ന് പറയുമ്പോൾ നമുക്ക് 4.25 ഇവിടെ വരേണ്ടത്. 4.25 വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു അടയാളം കൊടുക്കുകയാണ് 4.25. എന്നിട്ട് ഞാൻ മുകളിൽ നിന്ന് ഞാൻ ഇതാ
12 ഞാൻ അടയാളപ്പെടുത്തുക. ടക്ക് പോയിന്റ് എൻ്റെ എത്രയായിരുന്നു? 12 ആയിരുന്നു. ആ 12 നമുക്ക് അടയാളം കൊടുക്കാം. 12 അടയാളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അവിടെ നിന്ന് നമുക്ക് ടക്കിൻ്റെ ഇത് 3 ഇഞ്ചാണിത്. ആ ഒരു 3 ഇഞ്ച് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ചിലോട്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇത് 2 ഇഞ്ചിന് താഴോട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഷേപ്പിന് വേണ്ടി നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കാം. 1 ഇഞ്ച് ഇവിടെയും കൊടുക്കാം നമുക്ക്. അതിന് ശേഷം പിന്നെ നമുക്ക് ഇതാ 1 ഇഞ്ച് നമുക്ക് ഇവിടെയും കൊടുക്കാം. 1 ഇഞ്ച് ഇവിടെയും 1 ഇഞ്ച് നമുക്ക് അവിടെയും കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്ക് ഷേപ്പ് വരയ്ക്കാം. നമ്മളിതാ ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കുക ഷേപ്പ്. ഇനി നമുക്ക് ടക്കുകൾ തമ്മിലുള്ള അകലം നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കപ്പ് വേണം എങ്കിൽ നമുക്ക് 4 ഇഞ്ച് കൊടുക്കാം, അല്ലെങ്കിൽ 3.5 ഇഞ്ച് കൊടുക്കാം. 3.5 കൊടുക്കുമ്പോൾ നമുക്ക് 1.25 വെച്ച് കൊടുക്കാം. അപ്പോൾ 1.25 ഇങ്ങോട്ടും കൊടുക്കാം, 1.25 ഇങ്ങോട്ടും കൊടുക്കാം. ഈ 2 സൈഡിൽ നമ്മൾ കൊടുക്കാം. നമ്മുടെ ടക്കിൻ്റെ ഇതാണ് നമ്മുടെ ടക്ക്. ഫ്രണ്ട് ടക്ക് നമ്മുടെ ഇതാണ്. ഇവിടെ നമ്മൾ കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടക്കിൻ്റെ നീളം, ഏതെങ്കിലും ഒരു ടക്കിൻ്റെ നീളം കറക്റ്റ് നോക്കണം. ഈ ഒരു ടക്കിൻ്റെ നീളം നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ പിടിക്കുമ്പോൾ കിട്ടുന്നത് 3ഉം 2 പോയിൻ്റാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇതുപോലെ നോക്കണം. 3ഉം 2 പോയിൻ്റാണ്. അപ്പോൾ ഇവിടെയാണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വരച്ച് വരുമ്പോൾ ഇവിടെ ഈ 2ൻ്റെ ടക്കിൻ്റെ അളവ് ഒരുപോലെ നമ്മൾ എടുക്കണം. നമ്മളിതിങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു ഷേപ്പിന് വേണ്ടി മാത്രം നമ്മൾ താഴോട്ട് നമ്മളൊന്നിങ്ങനെ വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരച്ച് ഈ പോയിന്റിലോട്ട് മുട്ടിച്ച് നമുക്കിതിനെ ഇങ്ങനെ എടുക്കാം. ഇത് നമ്മുടെ പടിയുടെ ഭാഗമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെക്കാം. സൈഡിലോട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ടക്കുകൾ തമ്മിലുള്ള വ്യത്യാസം, കപ്പ് സൈസ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 അല്ലെങ്കിൽ 2.5 ഇഞ്ചോ നമ്മൾ കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 2.5 ഇഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടക്കിൻ്റെ ഇത് വരയ്ക്കാം. ഇവിടെ ഞാൻ 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 ഇഞ്ചാണ് ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ടക്കിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ സൈഡിലെ ടക്ക് നമ്മൾ ഇങ്ങനെ എടുക്കാം. സൈഡ് ടക്ക് എടുത്തു. അതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള നമുക്ക് 2 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഒരു വര വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു 2.5 നമുക്ക് ഇവിടെയും നമുക്ക് ഒന്ന് അടയാളപ്പെടുത്താം. ഈ ടക്ക് നമുക്ക് ഈ ഒരു ഡിഫറൻസിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കപ്പ് സൈസ് കൂടുതൽ വേണ്ടവർക്ക് മാത്രമാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. കപ്പ് സൈസ് കുറവ് മതിയുള്ളവർക്ക് ഈ വ്യത്യാസം നമുക്ക് ഒന്നും കൂടെ അടുപ്പിക്കാം. കപ്പ് സൈസ് കുറവ് മതിയെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3 ടക്കുകൾ നമ്മൾ വരച്ചു. സൈഡ് ടക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ടക്കും ഇവിടുന്ന് ഒരു 2 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ നമുക്ക് വരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ 3.5 ഇഞ്ച് നമുക്ക് ഈ ഡിഫറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 3.5 ഇഞ്ച് നമുക്ക് എവിടെ കിട്ടണം? ഈ സൈഡിൽ നമുക്ക് വണ്ണത്തിൻ്റെ അവിടെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമ്മൾ ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 2.5 കൊടുത്താലും കുഴപ്പമില്ല. എന്നാലും ഒരു 3 ഇഞ്ച് കണക്കാക്കി നമുക്ക് കൊടുക്കാം. എക്സ്ട്രാ വരും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ അടിക്കുന്ന 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ കൊടുക്കണം. ഇവിടെയും കൊടുക്കണം 1/2 ഇഞ്ച്. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് ഈ ഷേപ്പ് നമ്മളിങ്ങനെ വരച്ചിങ്ങനെ മുട്ടിച്ചു കൊടുക്കാം. ഈ ഷേപ്പിലാണ് വയ്ക്കണം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഇത് നമ്മൾ എടുക്കണമെങ്കിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ പടിഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പടി നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പടിക്ക് 3 പീസ് തുണി നമ്മൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ വെട്ടിയെടുക്കണം. നമുക്ക് എപ്പോഴും കപ്പ് സൈസ് കൂടുതൽ വേണ്ടവർക്ക് പടിയുടെ ഇറക്കം കുറച്ച് കുറവായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ടക്ക് പോയിന്റ് തന്നെ 12 ഉണ്ട്. അതേസമയം 9, 10 ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ പടിയുടെ അളവ് കുറച്ച് നല്ല വീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കപ്പ് സൈസ് കൂടുതൽ വേണ്ടവർക്ക് താഴത്തെ പടിയുടെ അളവ് കുറച്ച് കുറവേ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇതിനെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ഇവിടെ നമ്മൾ ടക്ക് അടിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട തുണിയാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും കൈയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിൽ വേണ്ടത് നമുക്കിതിന് പൈപ്പിങ്ങിന് കൊടുക്കണം. കഴുത്തിന് പൈപ്പിങ്
ബാക്കിലും വെക്കുന്ന പടി വേണം. പിന്നെ നമ്മുടെ ഈ ഹുക്ക് വെക്കാനുള്ള പടി, ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. നമുക്ക് ഈ ഇപ്പുറത്തെ സൈഡിലും ടക്കുകൾ വേണമെങ്കിൽ നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് നിവർത്താം. എന്നിട്ട് ഇതുപോലെ പിടിക്കുക. മറുവശത്ത് എപ്പോഴും അടയാളം കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പിടിക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി. കറക്റ്റ് ടക്കുകളൊക്കെ അവിടെ ഇതായിക്കോളും കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് മായ്ച്ചു കൊടുക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ടക്കുകൾ അടിക്കാൻ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ബ്ലൗസിന് തയ്ക്കാനുള്ളത് ഇതിൻ്റെ നമുക്ക് അടിക്കാനുള്ളതിൻ്റെ കൂടെ 2 സെറ്റ് നമ്മൾ വെട്ടിയെടുക്കുക. ഇനി നമുക്ക് ഇത് കഴുത്തിന് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ക്രോസുകൾ ഇങ്ങനെ ഇതുപോലെ ക്രോസുകൾ വെട്ടിയെടുക്കുക. ഇനി നമുക്ക് കൊളുത്തുപടിയും ഹുക്ക് പടിക്കും വേണ്ടി ഇതുപോലെ 2 പീസ് നമ്മൾ എടുക്കുക. നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് പടി അടിക്കാനായിട്ട് ഇതുപോലൊരു രീതിയിൽ നമ്മളൊരു തുണി എടുക്കുക. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തയ്ച്ച്